ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തനി നാടൻ മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഞാനിതിൽ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഈ മീൻകറി വെച്ചിട്ടുള്ളത്. നല്ല കുടംപുളിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുകയും വേണം. അപ്പോൾ നമുക്ക് ഈ മീൻകറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെമ്പല്ലി എന്ന് പറഞ്ഞൊരു മീനാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ മീനിൻ്റെ തൊലിക്ക് കുറച്ച് കട്ടിയുണ്ട്. അപ്പം ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മീൻകറി തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത്. ഞാൻ അതിലേക്കായിട്ടൊരു 3 വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. പച്ചമുളക് പിന്നീട് കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ട് നമുക്കൊരു പാത്രം ഗ്യാസിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നതാണ് നമ്മുടെ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ്. പിന്നെ വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങയോടൊപ്പം തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണെങ്കിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആകത്തുമില്ല, ഒരു വല്ലാത്തൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള കറിവേപ്പിലയും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ ഇങ്ങനെ വറുത്ത് ഉള്ള കറികൾ നമ്മൾ വെക്കുമ്പോൾ തേങ്ങ തിരുമുമ്പോൾ തേങ്ങയൊന്ന് പൊടിയായിട്ട് തിരുമാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ തേങ്ങ വറുത്ത് വരുമ്പോഴത്തേക്കിന് കുറച്ച് ഭാഗം നന്നായിട്ട് വറന്നും കുറച്ച് ഭാഗം അല്ലാതെയും കിടക്കും. അപ്പം പൊടിയായിട്ട് ഒരുമിച്ച് തിരുമുവാണെങ്കിൽ തേങ്ങ വറുത്തെടുക്കാനും എളുപ്പമാണ്. എല്ലാ തേങ്ങയും നന്നായിട്ട് വറന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, വീഡിയോയിൽ മിസ്സായതാണ്. പിന്നെ ഞാനൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ഒരു വേറൊരു ടേസ്റ്റും ആയി പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പാത്രത്തിൻ്റെ ആ ഒരു ചൂടിലിരുന്ന് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പം തേങ്ങ വറുത്തത് കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി മീൻകറി റെഡിയാക്കാം. അതിന് ഞാനൊരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. മൺചട്ടി എടുക്കുന്നതാണ് കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറി ഇട്ടിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 4 എണ്ണം ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 2 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് പിന്നെ കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അരച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങ അരച്ച കൂട്ടത്തിൽ തന്നെ ഞാൻ ഉപ്പും കൂടെ ചേർത്താണ് അരച്ചത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ പരുവത്തിനുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീൻകറി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഇങ്ങനെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നമ്മുടെ കറിക്ക് നല്ലൊരു മണവുമാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ മീൻകറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മീനൊന്നും പൊടിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റുമാണ്, എളുപ്പവുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്